മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നവീന ചാനലായ മനപ്പുറത്ത് ജ്യോതിഷത്തിലേക്ക് സുസ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും നിസ്സീമമായ സ്വാഗതം. ഒരാളെന്നെ വിളിച്ചിട്ട് ചോദിച്ചു, സാർ, ഞാനൊരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു, മിക്ക ദിവസങ്ങളിലും കാണുന്നതാണ്, ഞങ്ങൾ ഒരേ കാസ്റ്റാണ്, സാമ്പത്തിക സംബന്ധമായിട്ടും അന്യോന്യം വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, പക്ഷെ എനിക്ക് ആ കുട്ടിയെ ഇഷ്ടമാണ്. ഈയിടെ ഒരു കല്യാണത്തിന് വെച്ച് കണ്ടു, അപ്പോഴും അതിസുന്ദരിയായിട്ട് കണ്ടു. അതിനെനിക്ക് വിവാഹം കഴിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം. ആദ്യം ഞാൻ പറഞ്ഞത്, നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങളുടെ അച്ഛനെ അമ്മയെ വിട്ട് ആ കുട്ടിയെ ചോദിക്കുമോ? അപ്പൊ രണ്ടുപേരും ആഠ്യതയുള്ള തറവാട്ടുകാരാണ്. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാനുള്ളൊരു മടിയും, ഏകദേശം ഒരു 1-1.5 കിലോമീറ്ററിനകത്തുള്ള ആൾക്കാരാണ്. അപ്പൊ അതിനെന്തെങ്കിലും ഒരു മന്ത്രം എനിക്ക് പറഞ്ഞു തരും. ഞാൻ പറഞ്ഞു, നമുക്ക് അവിടെ വെച്ച് നോക്കാം, ഇപ്പൊ കല്യാണം നടക്കേണ്ട സമയമാണ്. അതൊന്നും അദ്ദേഹത്തിന് വേണ്ട. എങ്ങനെയെങ്കിലും എനിക്ക് ആ കുട്ടിയെ കിട്ടിയാൽ മതി, എന്ത് വേണമെങ്കിലും. ഞാൻ പറഞ്ഞു, എനിക്കൊന്നും തരണ്ട, ഈശ്വരൻ നിങ്ങൾക്ക് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ, ഭഗവാൻ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കിട്ടും, സംശയമില്ലാത്ത കാര്യം. നിങ്ങൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ? ഒരു സ്ത്രീ ആണെങ്കിൽ ഭഗവാൻ ഒരിടത്ത് എവിടെയെങ്കിലും ഒരു പുരുഷനെ നിങ്ങൾക്ക് തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. ഒരു പുരുഷനാണെങ്കിൽ എത്ര പ്രേമിച്ചെന്ന് പറഞ്ഞാലും, എത്രക്ക് എന്തൊക്കെ ചാടിക്കളിച്ചെന്ന് പറഞ്ഞാലും, വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു സ്ത്രീയെ നിങ്ങൾക്ക് ആ സമയമാകുമ്പോൾ വിവാഹത്തിനുള്ളത് ഈശ്വരൻ കാണിച്ചു തരും, സംശയം. അതിന്റെ കൂട്ടത്തിൽ നമ്മളും പ്രയത്നിക്കണം, ഈശ്വരനെ വിളിക്കൂടെ ചെയ്യണം. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, കാമപാഠ മന്ത്രം ഏറ്റവും നല്ലൊരു മന്ത്രമാണ്, എല്ലാത്തിനും വശീകരിക്കാവുന്നതാണ്. ധനം, ജനം, സ്ത്രീയെ, പിതൃവിനെ, മാതാവിനെ, പെങ്ങളെ വശീകരിക്കാന്ന് പറയുന്നുണ്ട്. നിങ്ങൾ വേറെ ദുരുദ്ദേശം ചിന്തിക്കണ്ട. ആങ്ങളെയും പെങ്ങളും കൂടെ വഴക്കുണ്ടാക്കി നിൽക്കുകയാണെങ്കിൽ, അല്ലെ ദോഷമായിട്ട് നിൽക്കുകയാണെങ്കിൽ, അല്ലെ എന്തെങ്കിലും വസ്തുവകകളൊക്കെ തരാതിരിക്കുകയാണെങ്കിൽ, അല്ലെ ഷെയർ തരാതിരിക്കുകയാണെങ്കിൽ, ഇപ്പൊ എല്ലാവരും ഈ വശ്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത് ഏതാണ്ട് ഈ ഒരു നമ്മളോടൊക്കെ വിളിച്ചു ചോദിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നമുക്ക് അവജ്ഞ തോന്നുന്ന രീതിയിലുള്ള വിഷയങ്ങളാണ് ചോദിക്കുന്നത്. അത്ര മ്ലേച്ഛമായിട്ട്, അത്ര മോശമായിട്ട് വശ്യത്തെ കുറിച്ച് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. വശ്യം എന്ന് പറഞ്ഞാൽ ഉടനെ അവരുടെ മനസ്സിലാണ്. അതുപോലെ ചില ആൾക്കാരുണ്ട്, ഇഷ്ടം പ്രേമം എന്ന് പറഞ്ഞാൽ ഉടനെ, അല്ലെ നമ്മളൊന്ന് സ്നേഹത്തോട് സംസാരിച്ചാൽ ഉടനെ, അല്ലെ നമ്മൾ ലാളിത്യത്തോട് സംസാരിച്ചാൽ ഉടനെ അവരുടെയൊക്കെ മനസ്സിൽ മറ്റെന്തൊക്കെയാണ് തോന്നുന്നത്. ആള് കൊള്ളാല്ലേ, ഇച്ചിരി പഞ്ചാര, അല്ലെ അങ്ങനെയൊക്കെയാണ് തോന്നുന്നത്. ഇത് എന്തോന്ന് എനിക്കറിയത്തില്ലല്ലോ. നമ്മൾ സ്നേഹത്തോട് സംസാരിച്ചില്ല, പിന്നെ എന്താ പറയാ, കരയ്ക്കും വെള്ളത്തിലൂടെയും പറ്റത്തില്ല, കരയ്ക്കൂടെയും പറ്റത്തില്ല എന്നുള്ളതാണ്. നമ്മളപ്പോ അല്പം സ്നേഹിച്ചു പോകുന്നു എന്ന് പറയുന്നത്, സന്തോഷത്തോടെ ഒരാളോട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അവര് സന്തോഷിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് സംസാരിക്കുക. എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ പെങ്ങളെ വശീകരണം നാളെ പറയും, കലേഷ് കുമാർ പറഞ്ഞു എന്ന് പറയും, അവനാളി ശരിയല്ല എന്ന് പറയും. അതല്ല ഉദ്ദേശം ഇവിടെ. കാമപാഠ മന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതിനെ വശീകരിക്കുക എന്ന് പറഞ്ഞാൽ, ഈ ആളിന് നമ്മുടെ സങ്കല്പമാണ് ബലം. ഇപ്പൊ ഞാനാണെങ്കിലും ഒരു പൂജ ചെയ്ത് തരുന്ന പ്രസാദം എല്ലാവർക്കും ഒരുപോലാണ് കൊടുക്കുക. നമ്മുടെ അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു പുഷ്പാഞ്ജലി നടത്തിയാൽ കുങ്കുമം, ഭസ്മം, പിന്നെ ചന്ദനം, ഇതെല്ലാം എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുന്നേ. ഒരാൾ ഒരു പുഷ്പാഞ്ജലി നടത്തുകയാണെങ്കിൽ അത് വിവാഹം നടക്കാനായിരിക്കാം, ചിലർക്ക് പരീക്ഷ ജയിക്കാനായിരിക്കാം, ചിലപ്പോൾ ടെസ്റ്റ് ജയിക്കാനായിരിക്കാം, ചിലപ്പോൾ ഒരു ജോലി കിട്ടാനായിരിക്കാം, ചിലപ്പോൾ ഒരു വസ്തു കിട്ടാനായിരിക്കാം, ചിലപ്പോൾ വീടില്ലാത്തവർക്ക് വീട് വയ്ക്കാനായിരിക്കാം. ഇതിനെല്ലാം പ്രസാദങ്ങളെല്ലാം ഒന്നാണ്. മനസ്സിലായില്ലേ? മന്ത്രങ്ങളെല്ലാം ഏകദേശം ഒരുപോലാണ്. അതിൽ 2-3 വിഭജനം ഉണ്ടെന്നുള്ളൂ. വശ്യം, സ്തംഭനം. എന്നെ സംബന്ധിച്ച് ഞാൻ സ്തംഭനം ചെയ്യാറില്ല, എന്നെ സംബന്ധിച്ച് ഞാൻ മാരണം ചെയ്യാറില്ല. ഞാൻ വശ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ. വശ്യം എന്ന് പറഞ്ഞാൽ നന്മയ്ക്ക് വേണ്ടിയുള്ള സാധനങ്ങളാണ് ചെയ്യുക, രക്ഷയ്ക്ക് വേണ്ടിയുള്ള സാധനങ്ങളാണ് ചെയ്യുക. അച്ഛനും അമ്മയും നന്നായിട്ട് പോകാന്, വീടും കുടുംബം സന്തോഷമായിട്ട് പോകാന്, ആങ്ങളെയും പെങ്ങളും സന്തോഷമായിട്ട് പോകാന്, ഭാര്യാഭർത്താക്കളും നന്മയായിട്ട് പോകാന്, അതിനൊക്കെയാണ് നമ്മൾ ചിരിച്ചും കളിച്ചൊക്കെ അവരോട് സംസാരിക്കുന്നത്. ഒരു ഗൗരവക്കാരനായിട്ടല്ല നമ്മൾ സംസാരിക്കുന്നത്.
ഗൗരവം വേണം, വേണ്ട എന്നുള്ളതല്ല. അപ്പൊ ചില ആൾക്കാരുടെ ചിന്താഗതികൾ ഞാൻ പറയുന്നുള്ളൂ. അത് അത്ര ദുഷിച്ച മനസ്സുള്ളിലുള്ളതുകൊണ്ടാണ്, അകത്ത് പിശാചുള്ളതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുക. മനസ്സിലല്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മുടെ കാമബാണ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളാണ്, അല്ലെങ്കിൽ ഭഗവാൻ നിങ്ങൾക്ക് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കിട്ടുമെന്ന് പറഞ്ഞു. സംശയമില്ലാത്ത കാര്യമാണ്. അപ്പൊ ആ മന്ത്രമാണ് ദ്രാം ദ്രാവിണി ബാണായ നമ, ദ്രീം സംക്ഷോഭണ ബാണായ നമ, ക്ലീം ആകർഷണ ബാണായ നമ, ബ്ലൂം വശീകരണ ബാണായ നമ, സമ്മോഹന ബാണായ നമ. ഇത് ചെല്ലുമ്പോൾ നമുക്ക് ഏത് മന്ത്രം ചെല്ലിയാലും ആ മന്ത്രം എന്താണെന്നോ അതിന്റെ അർത്ഥം എന്താണെന്നോ ഉൾക്കൊണ്ട് ചൊല്ലുമ്പോഴാണ് ഫലം ഉണ്ടാകുന്നത്. ഒരാളെ സങ്കല്പിച്ച്, അതാണ് ആൾവരുത്തൽ കർമ്മം എന്നൊക്കെ പറയുന്നത്. പിരിഞ്ഞു പോയ ആൾക്കാരെ ആണേലും, അല്ലെങ്കിൽ അല്ലാത്ത ആൾക്കാരെ ആണേലും, അല്ലെ വിട്ടു നിൽക്കുന്ന ആൾക്കാരെ ആണേലും, വേർപെട്ടിരിക്കുന്ന ആൾക്കാരെയൊക്കെ ആണെങ്കിലും തിരിച്ചു വരുത്തത്തക്ക രീതിയിലുള്ള മന്ത്രം. ദ്രാം ദ്രാവിണി ബാണായ നമ, ദ്രീം സംക്ഷോഭണ ബാണായ നമ, ക്ലീം ആകർഷണ ബാണായ നമ, ബ്ലൂം വശീകരണ ബാണായ നമ, സമ്മോഹന ബാണായ നമ. മോഹിപ്പിക്കുന്ന ആ ഒരു സംഭവം അത് നമ്മുടെ മനസ്സിൽ വരണം. അതുപോലെ തന്നെ നമ്മൾ നാമം ജപിക്കുക, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ആ രാമൻ നമ്മുടെ മനസ്സിൽ ഉദിക്കണം. അപ്പോഴാണ് നമ്മളിൽ ഭക്തി ഉണരുന്നത്, പ്രേമം ഉണരുന്നത്, സ്നേഹം ഉണരുന്നേ. കൃഷ്ണൻ നമ്മുടെ മനസ്സിൽ വേണം, നമ്മുടെ ചങ്കിൽ വേണം, ഹൃദയത്തിൽ വേണം. അപ്പോഴാണ് എല്ലാം മറന്ന് ഏകാഗ്രമായിട്ട് നമ്മൾ ഒന്നിനെ ഉൾക്കൊള്ളാൻ. നമ്മൾ ഏതൊരു പ്രവൃത്തി, ഒരു കമ്പ്യൂട്ടർ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ കേന്ദ്രീകരിക്കണം. ഒരു സിനിമ കാണുവാണെങ്കിൽ അതിൽ കേന്ദ്രീകരിക്കണം. ഒരു പുസ്തകം വായിക്കുകയാണെങ്കിൽ അതിൽ കേന്ദ്രീകരിക്കണം. പിന്നെ മറ്റൊരു കണ്ണും കൂടെ വേണം. നമ്മളെ ഇങ്ങനെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞ് ഉമ്മറത്തിരുന്ന് വെറുതെ ഇതിൽ ലയിച്ചിരുന്ന് കഴിഞ്ഞാൽ വല്ല സാധനങ്ങൾ വല്ലതുകൊണ്ട് കള്ളന്മാർ അടിച്ചുകൊണ്ട് പോകും. ഈ നമ്മൾ സീരിയലൊക്കെ കാണത്തില്ലേ, ഓരോ കോമഡിക്കകത്ത് പറയുന്ന പോലെ. എന്ന് പറഞ്ഞാൽ അതൊന്നും അല്ല ഞാൻ പറഞ്ഞു. അതാത് കാരണങ്ങൾ ഉൾക്കൊണ്ട് ജപിക്കുമ്പോൾ സംശയമില്ലാത്ത കാര്യം വശ്യം നടക്കും, സംശയമില്ലാത്ത കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ മന്ത്രം ഒന്നുകൂടെ പറഞ്ഞുതരാം. ദ്രാം ദ്രാവിണി ബാണായ നമ, ദ്രീം സംക്ഷോഭണ ബാണായ നമ, ക്ലീം ആകർഷണ, ക്ലീം എന്ന് പറഞ്ഞാൽ കാമബീജമാണ്, ക്ലീം ആകർഷണ ബാണായ നമ, ബ്ലൂം വശീകരണ ബാണായ നമ, സമ്മോഹന ബാണായ നമ. ഇത്രയേ ഉള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ ഒരു കാമബാണ മന്ത്രമാണ്. ഒരുപാട് യന്ത്രങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന മന്ത്രം കൂടാണിത്. അശ്വരയുടെ മന്ത്രത്തിൽ ഏറ്റവും കൂടുതൽ ഉൾക്കൊള്ളിക്കുന്ന ഒരു സാധനമാണ്. ഷഡംഗങ്ങളിൽ പെടുന്നതാണ്. അപ്പൊ ഷഡംഗങ്ങളിൽ പെടുന്ന ഇതേ രീതിയിലുള്ള മന്ത്രങ്ങൾ വേറെയുണ്ട്. ഈ കാമബാണ മന്ത്രത്തിന്റെ കൂടെയുള്ള വശ്യമന്ത്രമുണ്ട്. അതൊക്കെ പിന്നീട് നമുക്ക് ഇനി സമയങ്ങൾ കിടക്കല്ലേ. അപ്പൊ ഇനി ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നമുക്ക് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യന്റെ ഈ ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ നിസ്സീയമായ നന്ദിയും കടപ്പാട്.